ഹായ് ഫ്രണ്ട്സ്, ഈ പുഴയും കടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അരവിന്ദന്റെ മരണം താങ്ങാനാകാതെ വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് കാവേരിയും കുടുംബവും. വിഷമം കാരണം നിളയ്ക്ക് പനി പിടിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ തയ്യാറാകാത്ത നിളയ്ക്ക് കഞ്ഞി കോരി കൊടുക്കുകയാണ് കാവേരി. മരുന്നുമായി ഗംഗയും അവിടേക്ക് വരുന്നു. നിള മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ശാരദ ദേഷ്യപ്പെടുകയാണ്. മുത്തശ്ശി പറയുന്നു, കൊച്ചുകുട്ടിയല്ലേ, അച്ഛൻ പോയത് താങ്ങാനാകാതെയാണ് പനി വന്നത്, മരുന്ന് കഴിക്കുമോളെ. ഈ സമയം രണ്ടു ബാങ്ക് ഉദ്യോഗസ്ഥർ ആ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിൽ ആരുമില്ലെന്ന് ഉറക്കെ ചോദിക്കുമ്പോൾ വാതിൽ തുറന്ന യമുന ചോദിക്കുന്നു, ആരാ, എന്താ വേണ്ടത്? അവരിൽ ഒരാൾ പറയുകയാണ്, മിസ്റ്റർ അരവിന്ദന്റെ വീട് ഇതല്ലേ? യമുന പറയുന്നു, അതെ, ഞങ്ങളുടെ അച്ഛനാണ് അരവിന്ദൻ. ഇത് കേട്ട് എല്ലാവരും അവിടേക്ക് വരുമ്പോൾ അവരിൽ ഒരാൾ ചോദിക്കുന്നു, ഈ അരവിന്ദൻ ആരാ? ഞങ്ങളുടെ അച്ഛനാണെന്ന് കാവേരി പറയുമ്പോൾ ആ ഓഫീസർ പറയുന്നു, അരവിന്ദൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. കണ്ണു നിറങ്ങിയ ശാരദ പറയുന്നു, അരവിന്ദേട്ടൻ പോയി. കാവേരി ചോദിക്കുന്നു, എന്താ കാര്യം സർ, നിങ്ങൾ ആരാണെന്ന് പറയൂ. ഓഫീസേഴ്സിൽ ഒരാൾ പറയുന്നു, ഞങ്ങള് ബാങ്കിൽ നിന്നും വന്നവരാ. അരവിന്ദൻ എവിടാ പോയത്? ഗംഗ പറയുകയാണ്, ഞങ്ങളുടെ അച്ഛൻ മരിച്ചിട്ട് 2 ദിവസമായതേ ഉള്ളൂ. അവർ ചോദിക്കുന്നു, അരവിന്ദൻ മരിച്ചോ? കാവേരി ചോദിക്കാണ്, നിങ്ങൾ എന്താ ഇവിടെ വന്നത്? കാര്യം പറയൂ. ഒരാൾ പറയുന്നു, ഈ വീടിന്റെ ലോണ് 8 മാസമായിട്ട് അടയ്ക്കുന്നതേ ഇല്ല. ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് എല്ലാവരും. ലോൺ ഒന്ന് ഗംഗ ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, അതെ. കാവേരി പറയുന്നു, ഞങ്ങളുടെ വീട് ലോണിലൊന്നും അല്ല, നിങ്ങൾക്ക് അഡ്രസ് തെറ്റിയതായിരിക്കും. ഒരു ഓഫീസർ പറയുന്നു, അരവിന്ദൻ എന്ന ആളുടെ വീടല്ലേ ഇത്? ദേ നോക്ക്, അഡ്രസ് കറക്റ്റ് ആണ്. ഈ വീടിന്റെ ലോണ് ഞങ്ങളുടെ ബാങ്കിലാ. EMI അടച്ചിട്ട് 8 മാസത്തിൽ കൂടുതലായി. ഞങ്ങൾ എത്ര ഫോൺ വിളിച്ചു, എത്ര നോട്ടീസ് അയച്ചു, ഒരു റെസ്പോൺസും ഇല്ലല്ലോ നിങ്ങളുടെ സൈഡിൽ നിന്നോ. ഗംഗ പറയുന്നു, സർ, ഞങ്ങൾക്ക് ഫോൺ കോൾസ് ഒന്നും വന്നിട്ടില്ല, ലെറ്ററും കിട്ടിയിട്ടില്ല. ഓഫീസർ പറയുന്നു, ഇത് അവസാനത്തെ വാണിംഗ് ആണ്. ഉടനെ തന്നെ പണം കെട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക, ഇല്ലെങ്കിൽ വീട് ജപ്തി ചെയ്യും. അതിനായിട്ടുള്ള നോട്ടീസ്, പെട്ടെന്ന് ലോൺ അടയ്ക്കാനുള്ള വഴി നോക്ക്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുമ്പോൾ ജപ്തി നോട്ടീസ് നോക്കി പൊട്ടിക്കരങ്ങിയ ശാരദ പറയുന്നു, എനിക്ക് പേടിയാകുന്നടി. മുത്തശ്ശി ചോദിക്കുന്നു, ശാരദ, എന്ത് പറഞ്ഞിട്ട് പോയതിനാ നീ ഇങ്ങനെ കരയുന്നത്? ശാരദ പറയുന്നു, ജപ്തി എന്ന് പറഞ്ഞാൽ അവർ ഈ വീട് എടുക്കുമെന്നല്ലേടി. യമുന പറയുന്നു, അവരങ്ങനെയല്ലേ പറയൂ, പക്ഷെ അങ്ങനെയൊന്നും ചെയ്യില്ല. ഗംഗ ചോദിക്കുന്നു, അമ്മ വീട് ലോണിലാണോ? കാവേരി ചോദിക്കുന്നു, പറയമ്മ, ലോണിലാണോ? കരഞ്ഞുകൊണ്ട് ശാരദ പറയുന്നു, അതേടി, ലോൺ ഉണ്ട്. അത് പെട്ടെന്ന് തീരുമെന്നാ പറഞ്ഞത്, കറക്റ്റ് ആയിട്ട് ലോൺ അടയ്ക്കുന്നുണ്ടായിരുന്നു. ഗംഗ ചോദിക്കുന്നു, അമ്മ വീട് ലോണിലാണെന്ന് എന്താ പറയാഞ്ഞത്? ശാരദ പറയുന്നു, എന്നോട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. കാവേരി പറയുകയാണ്, പെട്ടെന്ന് ഇങ്ങനെ വന്നാ പറഞ്ഞിട്ട് പോയില്ലേ, ഇപ്പൊ എന്താ അമ്മ ചെയ്യുക? അമ്മയ്ക്കൊന്നും അറിയത്തുമില്ല. ഗംഗ പറയുന്നു, എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അച്ഛൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് അടച്ചിട്ടും ഉണ്ടാകും. അമ്മ ആ ലെറ്റർ ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ് അത് വായിച്ചു നോക്കുകയാണ് കാവേരിയും ഗംഗയും. തുടർന്ന് ആ ലെറ്റർ വിനീതിനെ കാണിക്കുകയാണ് അവർ. ശാരദ പറയുന്നു, വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ? അങ്ങനെയൊന്നും ഉണ്ടാകില്ലമ്മന്ന് കാവേരി പറയുമ്പോൾ വിനീത് പറയുകയാണ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല, നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. മുത്തശ്ശി പറയുകയാണ്, ജപ്തി എന്ന് പറഞ്ഞാൽ എന്താ? വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതല്ലേ, ഇത് നമ്മുടെ വീടാ, അങ്ങനെയൊന്നും അവർക്ക് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയില്ല. ഗംഗ പറയുകയാണ്, 8 മാസം ആയതല്ലേ ഉള്ളൂ ലോൺ അടയ്ക്കാതിരുന്നിട്ട്, കുറെ വർഷങ്ങൾ ലോൺ അടച്ചതല്ലേ. വിനീത് പറയുന്നു, നിങ്ങൾ പേടിക്കാതിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ശാരദ പറയുന്നു, 18 വർഷമായി കാണും. യമുന എന്റെ വയറ്റിലുള്ളപ്പോൾ വാങ്ങിയതാ, അപ്പം 19 വർഷമായി കാണും. വിനീത് പറയുകയാണ്, ഇത്രയും വർഷം പണം അടച്ചിട്ട് അമ്മാവൻ എന്താ ഇപ്പം അടയ്ക്കാതിരുന്നത്? മുത്തശ്ശി പറയുന്നു, അവൻ പണത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠയുള്ളവനാ. 1 രൂപയാണെങ്കിലും കറക്റ്റ് ആയിട്ട് കൊടുക്കും. അവൻ ആരെങ്കിലും പണം കൊടുക്കാനേ കാണത്തുള്ളൂ, ഇവൻ കൊടുക്കാൻ കാണത്തില്ല. വിനീത് പറയുന്നു, 8 മാസമായിട്ട് ലോൺ അടയ്ക്കുന്നില്ല എന്ന് പറയുന്നു. അമ്മാവൻ അങ്ങനെ അലക്ഷ്യമായി ഒന്നും ചെയ്യാറില്ല. ഗംഗ ചോദിക്കുന്നു, അമ്മ ഓർക്കുന്നുണ്ടോ, എന്തെങ്കിലും അച്ഛൻ ഈ ലോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ശാരദ പറയുകയാണ്, എന്നോട് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ടോ? എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. കാവേരി ചോദിക്കുന്നു, അച്ഛന്റെ അക്കൗണ്ട് ഏത് ബാങ്കിലാ അമ്മ ഉള്ളത്? ഈ ലോൺ ഉള്ള ബാങ്കിലാണോ? ശാരദ പറയുന്നു, അറിയില്ലടി. കാവേരി ചോദിക്കുന്നു, അമ്മേ, വേറെ എന്തെങ്കിലും ലോൺ ഉണ്ടോ? ആരെങ്കിലും അച്ഛന് പണം കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ അച്ഛൻ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടോ? ശാരദ പറയുന്നു, അറിയില്ലടി, എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ. മുത്തശ്ശി പറയുന്നു, പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാകില്ല എന്ന് കരുതിയായിരിക്കും അവൻ പറയാത്തത്. ശാരദ പറയുന്നു, കേട്ടില്ലേ അമ്മ പറയുന്നത്? ഗംഗ പറയുകയാണ്, ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്ക് കൂട്, അതല്ലേ ഇപ്പൊ പ്രധാനം. കാവേരി പറയുന്നു, അമ്മേ, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ അമ്മയുടെ പേരില് എന്തെങ്കിലും അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടോ? അമ്മയുടെ അക്കൗണ്ടില് പണം വല്ലതും ഉണ്ടോ? ശാരദ പറയുന്നു, എപ്പോഴും ഒരിക്കൽ അക്കൗണ്ട് തുടങ്ങിയായിരുന്നു. കാവേരി ചോദിക്കുന്നു, ആണോ? അക്കൗണ്ട് നമ്പർ എത്രയാ? ശാരദ പറയുകയാണ്, അതൊന്നും എനിക്ക് അറിയില്ലടി. കാവേരി പറയുന്നു, ശരി, ഏത് ബാങ്കാ? ശാരദ പറയുകയാണ്, ആർക്കറിയാം, ഒപ്പിട്ട് തരാൻ പറയാറുണ്ട്, ഒപ്പിട്ട് കൊടുക്കും. യമന ചോദിക്കുന്നു, എന്താ അമ്മ ഇങ്ങനെയായി പോയത്? ശാരദ ചോദിക്കാണ്, ഞാൻ എന്താടി ചെയ്യുക, നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത്? വിനീത് ചോദിക്കുന്നു, അമ്മാവൻ ലോണ് ഗൾഫിലിരുന്ന് അടയ്ക്കുവോ? ഗംഗ പറയുന്നു, ജയപാലനങ്ങൾ വഴിയാണ് ലോൺ അടയ്ക്കുന്നതെന്ന് തോന്നുന്നു. ശാരദ പറയുകയാണ്, അതെ,
അതെ, അരവിന്ദേട്ടൻ അവിടുന്ന് ജയബാലേട്ടൻ അയച്ചു കൊടുക്കും. ജയബാലേട്ടനാണ് ലോണെല്ലാം അടയ്ക്കുന്നതെന്ന് തോന്നുന്നു. ചിലവിനുള്ള പണമെല്ലാം മാസാമാസം ജയബാലേട്ടനാണ് കൊണ്ടു തരുന്നത്. വേറെ എന്തെങ്കിലും വേണോന്നും അരവിന്ദേട്ടൻ ഫോൺ ചെയ്ത് ചോദിക്കും. വേണമെങ്കിൽ പറയും അതും ജയബാലേട്ടനാണ് കൊണ്ടു തരുന്നത്. അല്ലാതെ ഞാനും അരവിന്ദേട്ടനും പണത്തിന്റെ കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിക്കാറേ ഇല്ല. എന്താ അമ്മ ഇങ്ങനെയായി പോയതെന്ന് കാവേരി ചോദിക്കുമ്പോൾ ശാരദ പറയുകയാണ്, ഞാൻ ഇങ്ങനെയായി പോയടി. അരവിന്ദേട്ടനും പണത്തിന്റെ കാര്യം എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനും ചോദിച്ചിട്ടില്ല. മോനെ, വീട് കൈവിട്ട് പോകത്തില്ലല്ലോ. മുത്തശ്ശി പറയുകയാണ്, അതെവിടെ പോകാനടി? എന്റെ മോൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വീടായത്, അത് കൈവിട്ട് പോകില്ല. വിനീത് പറയുന്നു, അങ്ങനെയൊന്നും ഉണ്ടാകില്ല അമ്മായി. ഞാനിന്ന് ബാങ്കിൽ അന്വേഷിക്കട്ടെ. അതിനു മുന്നേ ജയപാലനങ്ങളുമായിട്ടൊന്ന് സംസാരിക്കുകയും ചെയ്യാം. ഗംഗ പറയുന്നു, ജയപാലനങ്ങളിന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, ഒന്ന് ചോദിച്ചു നോക്ക്. മുത്തശ്ശി പറയുന്നു, ജയപാലന് എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് ഇപ്പൊ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാം. ഇത് കേട്ട് കാവേരി ജയപാലിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ജയപാലിനോട് കാവേരി പറയുന്നു, അങ്കിളെ, ഞാൻ കാവേരിയാ. ജയപാലൻ പറയുന്നു, മോളെ പറ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ അങ്ങോട്ട് വരണോന്ന് വിചാരിച്ചതാ, കുറച്ച് ജോലികൾ ഉണ്ടായിപ്പോയി. കാവേരി പറയുന്നു, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് ബാങ്കിൽ നിന്നും വീട്ടില് 2 പേര് വന്നു. 8 മാസമായിട്ട് നമ്മുടെ വീടിന്റെ ലോൺ അടയ്ക്കുന്നില്ല എന്നാ അവര് പറഞ്ഞത്. ഇത് കേട്ട് ജയപാലൻ ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ കാവേരി പറയുന്നു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വീട് ലോണിലാണെന്നുള്ള കാര്യം പോലും ഞങ്ങൾ ഇപ്പോഴാ അറിഞ്ഞത്. അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറയുന്നു. ലോണല്ല അച്ഛൻ ജയപാലങ്ങൾ വഴിയല്ലേ അടയ്ക്കുന്നത്. ജയപാലങ്ങൾ ഒന്ന് ഇവിടം വരെ വരുമോ? ജയപാലൻ പറയുന്നു, മോളെ, ഞാനിപ്പം വീട്ടിലില്ല, നാളെ വരത്തുള്ളൂ. നാളെ വന്നാ പോരെ? അർജന്റ് ആയിട്ടുള്ള ഒരു ജോലിയായി പോയി. നീ പേടിക്കണ്ട മോളെ, ഒരു കുഴപ്പവും വരില്ല. ബാങ്കിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. തുടർന്ന് കാവേരി പറയുന്നു, ജയപാലനങ്ങൾ ഇവിടെ ഇല്ല, നാളെ വരത്തുള്ളെന്ന്. വിനീത് പറയുകയാണ്, ആദ്യം നമുക്ക് ജയപാലനങ്ങളോട് സംസാരിക്കാം, അതിനുശേഷം ഒരു തീരുമാനം എടുക്കാം. ആവശ്യമില്ലാതെ നിങ്ങൾ ടെൻഷൻ ആകണ്ട, ധൈര്യമായിട്ടിരിക്കും. തുടർന്ന് നിവിനും വിനീതും റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ സ്കൂട്ടറിൽ ആ വഴി വരികയാണ് കാവേരിയും നിളയും ഗംഗയും. വിനീത് ചോദിക്കുന്നു, കാവേരി എവിടെ പോവാ? കാവേരി പറയുകയാണ്, ഇവൾക്ക് പനി കുറയുന്നില്ല, ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഗംഗ പറയുന്നു, അച്ഛാന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. വിനീത് പറയുന്നു, എന്നെ ഫോൺ വിളിച്ച് പറയത്തില്ലായിരുന്നോ? ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകത്തില്ലായിരുന്നോ? നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോ, ഞാൻ നിളയെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ട് കൊണ്ടുവരാം. സാരമില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാമെന്ന് കാവേരി പറയുമ്പോൾ ഗംഗ പറയുകയാണ്, ഇവൾക്ക് തല നിവർത്തി പിടിച്ച് ഇരിക്കാനേ പറ്റുന്നില്ല. വിനീത് പറയുന്നു, ശരി, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പിന്നാലെ വരാം. കാവേരി പറയുന്നു, വേണ്ട വിനീതേട്ടാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ശരിയെന്നാ വിനീത് പറയുമ്പോൾ കാവേരിയും ഗംഗയും നിളയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. വിനീത് പറയുന്നു, ഇവരെ എല്ലാവരെയും ഞാൻ ഇപ്പോഴും സന്തോഷമായിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് ഓരോ കണ്ണുകളിലും വിഷമവും കണ്ണീരും. നിവിൻ പറയുന്നു, നിന്റെ അമ്മാവന്റെ കുടുംബത്തിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. കടയിലെ ചേട്ടൻ പറയുന്നു, വിനീതേ, എല്ലാം നല്ലതിനായിരിക്കും. നീ ഇഷ്ടപ്പെട്ട അമ്മാവന്റെ മകള് എവിടെയും പോയില്ല, അവളെ നിനക്ക് തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. വിനീത് പറയുന്നു, അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ, ഗംഗ എവിടെ ആണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം. ആര് പോയാലും കുഴപ്പമില്ല, ഞാൻ ആഗ്രഹിച്ചത് സ്വന്തമാക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. തുടർന്ന് പ്രവീണ ജയപാലിനോട് പറയുന്നു, ഞാൻ ശാരദയെ ഫോണിൽ വിളിച്ചായിരുന്നു, അപ്പം ബാങ്കിന്റെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞു. പാവം, അതിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, കരച്ചില് തന്നെയാ. ജയപാലൻ പറയുന്നു, ഭർത്താവ് മരിച്ചാൽ ഭാര്യ കരയുക തന്നെയാ ചെയ്യുന്നത്, എന്താ ഞാൻ മരിച്ചാൽ നീ ചിരിക്കുവോ? പ്രവീണ ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്? ജയപാലൻ ചോദിക്കുന്നു, ഞാൻ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. പ്രവീണ പറയുകയാണ്, അതേപറ്റിയൊന്നും പറഞ്ഞില്ല. എന്താ ചോദിച്ചത്? ജയപാലൻ പറയുകയാണ്, ബാങ്കിലെ ലോണിന്റെ കാര്യം അറിഞ്ഞിട്ടും ഞാൻ ഇതുവരെ അങ്ങോട്ടേക്ക് പോയില്ല. ഈ സമയം വിശാൽ അവിടേക്ക് വരികയാണ്. പ്രവീണ പറയുന്നു, അരവിന്ദേട്ടൻ എന്താ നന്നായിട്ട് സമ്പാദിച്ചിട്ടില്ലേ? ഗംഗയ്ക്ക് സ്വർണം വാങ്ങുമ്പോ ഞാൻ കണ്ടായിരുന്നു. ശാരദ മതി എന്ന് പറഞ്ഞാൽ പോലും അത് വാങ്ങിക്ക ഇത് വാങ്ങിക്കുന്നൊക്കെ അരവിന്ദേട്ടൻ പറയുന്നത്. വീടിന്റെ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ സ്വർണം എങ്ങനെയാ വാങ്ങുക? അരവിന്ദേട്ടൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനൊന്നും അല്ലല്ലോ. ജയപാലൻ പറയുന്നു, അത് മകൾക്ക് വേണ്ടി ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. അവന്റെ കയ്യിൽ അത്രയ്ക്ക് പണമൊന്നും ഇല്ല പ്രവീണെ. ഞാനാ രണ്ടട്ടവും കൂട്ടിമുട്ടിച്ചിരുന്നത്. നാട്ടുകാരിപ്പോ എന്താ പറയുക? സമ്പാദിച്ച എല്ലാ പണവും ജയപാലന്റെ കയ്യിൽ കൊടുത്തു. ജയപാലൻ ചതിച്ചു എന്ന് പറയില്ലേ? സത്യം എന്താണെന്ന് എനിക്കും അരവിന്ദനും മാത്രമേ അറിയൂ. ആരാ നാട്ടിൽ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പ്രവീണ ചോദിക്കുമ്പോൾ, നീ ഇപ്പൊ പറഞ്ഞില്ലേന്ന് ജയപാലൻ ചോദിക്കുകയാണ്. പ്രവീണ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അരവിന്ദേട്ടന് കഷ്ടപ്പാടാണെന്ന് ജയപാലേട്ടനും ഇതുവരെ പറഞ്ഞിട്ടില്ല. ജയപാലൻ പറയുന്നു, അതിനുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. അവൻ ജീവനോടെ ഉള്ളപ്പോഴാണ് ബാങ്കുകാർ വന്നതെങ്കിൽ എല്ലാവരും അറിഞ്ഞേനെ. എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ചോദിക്കില്ലായിരുന്നു. പ്രവീണ പറയുകയാണ്, ജയപാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ സമയം വിശാലിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് യമുന. കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് വിശാല്. ജയപാലനും പ്രവീണയും കൂടി സംസാരിച്ചിരിക്കുന്നു. വിശാൽ പറയുന്നു, എനിക്ക് വന്ന് നിന്നെ കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ നീ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എനിക്കത് കാണാൻ കഴിയില്ല. ഈ സമയം ബാങ്ക് ലോണിന്റെ കാര്യം പ്രവീണയും ജയപാലനും കൂടി സംസാരിക്കുകയാണ്. യമുന അത് ശ്രദ്ധിക്കുന്നു. ജയപാലൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് യമുന. വിശാൽ ചോദിക്കുന്നു, യമുന, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? യമുന ചോദിക്കുന്നു, ജയപാലൻ അങ്കിൾ വീട്ടിലുണ്ടോ? വിശാൽ പറയുകയാണ്, ഉണ്ട്. എന്താ? യമുന ഓർക്കുന്നു,
കാവേരിയോട് ഫോണിൽ ജയപാലൻ പറഞ്ഞത് നാട്ടിലില്ലാന്ന്. തുടർന്ന് ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് യമുന. തുടർന്ന് ശാരദയെ സമാധാനിപ്പിക്കാനായി ശ്രമിക്കുകയാണ് ഗംഗയും കാവേരിയും. യമുന ടെൻഷനോടുകൂടി ഇരിക്കുന്നു. കാവേരി പറയുന്നു, ആദ്യം ജയപാലൻ അങ്കിൾ നാട്ടിലേക്ക് തിരിച്ചു വരട്ടെ, അങ്കിളുമായി സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം. ഏട്ടൻ എപ്പോഴാ വരുന്നതെന്ന് ശാരദ ചോദിക്കുമ്പോൾ കാവേരി പറയുന്നു, നാളെ വരുമെന്നാ പറഞ്ഞത്. യമുന പറയുന്നു, കാവേരി ചേച്ചി, ജയപാലൻ അങ്കിൾ നാട്ടിലുണ്ട്. ഇത് കിട്ടിഞ്ഞിട്ട് വിശ്വസിക്കാനാകാതെ ഇരിക്കുകയാണ് കാവേരി. നിന്നോട് ആരാ പറഞ്ഞതെന്ന് ഗംഗ ചോദിക്കുമ്പോൾ യമുന പറയുകയാണ്, അത് കോളേജില് ലീവ് എടുക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി വിശാലിനെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ജയപാലൻ അങ്കിൾ സംസാരിക്കുന്നത് കേട്ടു. ശാരദ പറയുകയാണ്, വെറുതെ ഇരിക്കടി, അത് വേറെ ആരെങ്കിലും ആയിരിക്കും. യമുന പറയുന്നു, അത് ജയപാലൻ അങ്കിൾ തന്നെയാ. ഞാൻ വിശാലിനോട് ചോദിച്ചു, അച്ഛൻ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് അവനും പറഞ്ഞു. രാവിലെ മുതലേ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. ഏട്ടൻ എന്തിനാ അങ്ങനെ നമ്മളോട് പറയുന്നതെന്ന് ശാരദ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, അമ്മേ, അച്ഛൻ പോയത് മുതലേ ജയപാലൻ അങ്കിളെ ഞാൻ ശ്രദ്ധിക്കുന്നതാ. വല്ലാത്തൊരു മാറ്റമുണ്ട്. ശാരദ പറയുന്നു, ഒരെണ്ണം തന്നാലുണ്ടല്ലോ. അരവിന്ദേട്ടൻ പോയതിൽ നമുക്ക് എത്ര സങ്കടമുണ്ടോ അതേപോലെ തന്നെ സങ്കടം ജയപാലേട്ടനും ഉണ്ട്. നിങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ, ഞാൻ വരുന്നതിന് മുമ്പേ അവര് രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. കാവേരി ചോദിക്കുന്നു, പിന്നെന്താ അമ്മ ഇന്ന് വരാഞ്ഞത്? നാട്ടിലില്ലാന്ന് എന്തിനു കള്ളം പറഞ്ഞു? ശാരദ പറയുന്നു, അതൊന്നും എനിക്ക് അറിയത്തില്ലടി. ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കാണും. കാവേരി പറയുന്നു, നമ്മള് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാ വിളിക്കുന്നു, ഉടനെ ഓടി വരേണ്ടതല്ലേ? ശാരദ പറയുന്നു, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ജയപാലേട്ടനെ സംശയിക്കണ്ട. യമുന പറയുന്നു, ആരാ ഇപ്പൊ സംശയിച്ചത്? സംശയിച്ചിട്ട് എന്ത് കിട്ടാനാ? കാവേരി പറയുകയാണ്, അമ്മ, അച്ഛനെ പറ്റി എന്തെങ്കിലും ഒരു കാര്യം ജയപാലൻ അങ്കിളിന് അറിയാമായിരിക്കും. എന്തായിരിക്കും അത്? ശാരദ പറയുന്നു, അരവിന്ദേട്ടൻ നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയല്ലായിരുന്നോ? പെട്ടെന്ന് എവിടെയൊക്കെ പോയി. വന്നതിന് ശേഷം വിഷമിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് ചോദിച്ചില്ലേ? ഒന്നും ഇല്ലെന്നല്ലേ അരവിന്ദേട്ടൻ പറഞ്ഞത്? യമുന ചോദിക്കുന്നു, അച്ഛനെന്ന് എവിടെ ആയിരിക്കും പോയത്? ഗംഗ ഓർക്കുന്നു, ജയപാലിനെ കാണാൻ പോവുകയാണെന്ന് അരവിന്ദൻ പറഞ്ഞത്. തുടർന്ന് ഗംഗ പറയുകയാണ്, അച്ഛനെന്ന് ജയപാലൻ അങ്കിളിനെയാണ് കാണാൻ പോയത്. അച്ഛനെന്ന് പറഞ്ഞിട്ടാ പോയത്, എനിക്ക് ഓർമ്മയുണ്ട്. യമുന ചോദിക്കുന്നു, ജയപാലൻ അങ്കിളിനെ കാണാൻ പോയിട്ട് വന്നിട്ട് അച്ഛൻ എന്തിന് വിഷമിച്ചിരിക്കണം? അറിയില്ലെന്ന് ഗംഗ പറയുമ്പോൾ കാവേരി ചോദിക്കാണ്, എന്തെങ്കിലും മറക്കുന്നുണ്ടോ ജയപാലൻ അങ്കിൾ? ഇന്ന് നാട്ടിലുണ്ടായിട്ട് ഇവിടെ ഇല്ലാന്ന് എന്തിനു കള്ളം പറഞ്ഞു? ശാരദ ചോദിക്കുന്നു, നീ ആരെ പറ്റി പറയുന്നത്? ജയപാലേട്ടനെയാ അച്ഛൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസം. അച്ഛൻ ഗൾഫിലായിരിക്കുമ്പോൾ നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ ജയപാലേട്ടനല്ലേ ഓടി വരുന്നത്? അദ്ദേഹം നമുക്ക് ദൈവത്തെ പോലെയാ. അനാവശ്യം പറയരുത്. ജയപാലേട്ടൻ എന്തെങ്കിലും പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും. ജയപാലേട്ടൻ നാളെ വരുമ്പോൾ നീ മിണ്ടരുത്. എന്നോട് പറഞ്ഞതുപോലെയൊക്കെ ജയപാലേട്ടനോട് പറയാൻ നിൽക്കരുത്. അങ്ങനെ ശാരദ ഗംഗയും കൂട്ടി അകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടു കൂടി ഇരിക്കുകയാണ് യമുനയും കാവേരിയും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്